കാപ്പിക്കുരുവിൻ്റെ പൂവിൻ്റെ മണം വരുന്നുണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട്, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. മഴ വരുന്നുണ്ട്. അമ്മേ കോഴികളൊക്കെ കൂടി ഓടി വരുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവരും കൂടി പേടിപ്പിക്കണ കോഴികള്. ആ ഇവനെ കണ്ടിട്ടാണ് ടോമീനെ. പോടാ ടോമി അടി. ഇല്ല ഒന്നും ചെയ്യില്ല. പോടാ ടോമി, നീ അടി കടിക്കണ്ടേന്ന്. വാ ഞങ്ങളിപ്പോ വരാം. ആ മാള് വിളിക്കുന്നുണ്ട്. മാളിൻ്റെ അടുത്ത് എന്തു പിന്നെ കൊണ്ട് തോറ്റല്ല. എന്താ മാളു? എന്താന്ന് നോക്കിയിട്ട് വരാം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എന്ത് മഴ വരുത്തിയ കുട്ടിയുടെ കഥ? ഗ്രാമത്തിലെന്താ ഒട്ടും മരമില്ല. അത് എല്ലാവരും കർഷകർക്ക് വരാൻ തുടങ്ങി. അപ്പൊ അവിടെയുള്ള കുട്ടികളാണെങ്കിൽ അതിലത്തെ ഒരു കുട്ടി മാത്രം എന്താ കൊടയും പിടിച്ച് പോണത് കണ്ടു. അപ്പൊ അവര് നോക്കിയിട്ട് എന്തിനാ ഇപ്പൊ കൊട പിടിച്ച് നടക്കണ, ഇവിടെ ഒരു മഴയും ഇല്ലല്ലോ. അപ്പൊ കുട്ടി പറഞ്ഞു, നോക്കിക്കോ ഞാൻ പോകുമ്പോ മഴ പെയ്യുന്ന്. അപ്പൊ എന്താ എല്ലാരും ആ കുട്ടീനെ നോക്കി ചിരിച്ചു. പിന്നെ ആ സ്കൂളിൽ നിന്ന് വന്നപ്പോ ഭയങ്കര മഴ. ഒരു കുട്ടി മാത്രം കൊട പിടിച്ചുകൊണ്ട് പോണ, എല്ലാരും മഴയത്ത് ഓടുന്നു. ആ കുട്ടിക്ക് ഉറപ്പ് വരട്ടെ. അപ്പൊ ദൈവം എന്താ കുട്ടിക്ക് മഴ കൊടുത്തു. എവിടെ നോക്കാം. പാണ്ടി അങ്ങനെ ഉറപ്പ് വരച്ചെങ്കിൽ മഴ വരും. ഇവിടെ ഇതാണ് കാപ്പിക്കുരുവിൻ്റെ പൂവ്. കണ്ടോ? എല്ലാവരും കണ്ടോ? അമ്മച്ചി പുളിയുറുമ്പുണ്ട്, തേനീച്ചയുണ്ട്. ഞാൻ അടുത്ത് പോയിട്ട് എടുക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ വേറൊരു പൂ നിൽക്കുന്നുണ്ടല്ലോ. മാറി ഞങ്ങള് പണ്ടേ ഈ കാപ്പി പൂ ഉണ്ടല്ലോ പൊട്ടിച്ചിട്ട് ഞങ്ങളിത് പൊട്ടിച്ചിട്ട് കോർത്ത് തലയിൽ വയ്ക്കും. നല്ല രസമല്ലേ? മുല്ലപ്പൂ പോലെ നിറച്ചുണ്ട് കേട്ടാ. അയ്യോ എന്ത് രസം! അത് അവിടെയൊക്കെ ഉണ്ട്. ഇതേ നാളേക്ക് വിരിയാനുള്ള മുട്ട്. കുരു ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കുരുവൊന്നും അങ്ങനെ ഉണ്ടാവാറില്ലേ, മുന്നത്തെ പോലെയല്ല. നിറച്ച് ഈ പറമ്പ് നിറച്ചായിരുന്നു കൊക്കോക്കായും കാപ്പിക്കുരും ഒക്കെ. നല്ല മണാട്ടോ അതിന്. പുളിയുറുമ്പ് വേണ്ട കണ്ട, ഒരു പുളിയുറുമ്പ് ഓടി കൊണ്ട് നടക്കണമെന്ന് പോയി. അപ്പുറത്തുണ്ടാ? ഇത് ഇന്ന് വൈകുന്നേരമായി, നാളെ ആകുമ്പോഴേക്കും കൊഴിഞ്ഞു പോട്ടാ. അങ്ങനെയാണിത് കാപ്പിക്കുരു. ഇതിപ്പോൾ വയനാട് ചെന്നാലൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. കാപ്പിക്കുരു അപ്പുറത്ത് ഞങ്ങളുടെ പറമ്പ് നിറച്ചായിരുന്നു. എന്ത് മണമെന്നറിയോ? ഒക്കെ വിരിയണ സമയം വരുമ്പോൾ മഴക്കാർ. അത് നാളേക്ക് വിരിയാനുള്ളതാ.
കാപ്പിക്കുരു ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചത് ഇതൊക്കെ മുട്ട, ഇതൊക്കെ നാളേക്ക് വിരിയട്ടോ. അത് നാളെ വിരിയാനുള്ള മുട്ടുകളാ. അയ്യാ തുമ്പച്ചെടി കണ്ടോ, എങ്ങാനും തൊട്ടാ മതി. പിന്നെ സ്വാഹ ഇന്നലെ വിരിഞ്ഞത് എവിടെ തുമ്പച്ചെടി ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഓടി വരല്ലേ, ഇത് മേത്ത് കൊണ്ടാ ചൊറിയും. ഇത് കേട്ടാ അല്ല, ഇന്നലെ വിരിഞ്ഞ പൂക്കൾ കണ്ട കരിഞ്ഞു നിൽക്കുന്നു. കരിഞ്ഞു ഇന്നലെ വിരിഞ്ഞ പൂക്കൾ. അതൊക്കെ വിരിയാനുള്ള മുട്ടുമുണ്ട്. കായ ഉണ്ടാവുണ്ടെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കായ ഉണ്ടാവും തോന്നുന്നുണ്ട്. നോക്കട്ടെ, ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചത്. ചാലിയിൽ നിന്നുള്ള വെള്ളം പോകുന്നു. വലിയച്ഛൻ്റെ വീടാണ് ഗൈസ്, കോഴിക്കോട്. നമുക്ക് മീനസ നമുക്ക് ഉച്ച കഴിഞ്ഞ് നമുക്ക് അവിടെ വാട്ടർ ഫ്ലോർ അടുത്തേക്ക് പോയാൽ ഇവിടെ നമ്മുടെ ഈ രബിതാൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെള്ളം വരുന്നില്ല, അവിടെ പോയാലോ? മയ്യമാമേരെ പറമ്പിലത്തെ വെള്ളത്തിൻ്റെ അവിടെ അന്ന് വീഡിയോ എടുത്തതൊക്കെ ആൻറ്റി ഒന്ന് പോയി. ഞങ്ങളുടെ വെള്ളം പീച്ചി കനാൽ വഴി വരുന്ന കനാൽ മുകളിലാണ്. അതിൽ നിന്ന് ഉറു വരുന്ന വെള്ളമാണ് ഞങ്ങൾക്ക് കൃഷി ആവശ്യത്തിൽ. അതെന്തിനീ ഇത് കൈ പിടിച്ചു കൊണ്ടിരിക്കണ്? അതിലിക്കിടല്ലേ വേണ്ട. പോവാ. വെള്ളത്തിൽ ഞങ്ങൾ മീനുണ്ടോ നോക്കാൻ വന്നതാ. അവിടെ കിണറ്റിലും വരെ വെള്ളം ഉണ്ടോ നോക്കാം. നമ്മുടെ കിണറ്റില് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നത്. ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കണ്ടോ? ഇങ്ങനെ കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുടിക്കാനായിട്ട് ഇവിടെ കപ്പിയൊക്കെ ഉണ്ട്, പക്ഷെ ബക്കറ്റും തൊട്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ മീന് കാണാനില്ല. എവിടെ മീന്? എവിടെ? അതെ വരുന്നത്. ഞങ്ങളുടെ കിണറ്റിലെ മീനൊക്കെ ഉണ്ടോ? നിങ്ങളവിടെ കുളത്തിലത്തെ മീനില്ല കണ്ടത്? ഫോട്ടോ എടുക്കട്ടെ. എവിടെ മീനി പോയി? താഴത്തേക്ക് പോയി. ഇവര് തീറ്റ തരാൻ വന്നോന്നല്ലാന്ന് കൊണ്ടുപോയി. അതാ ഞാൻ അടുത്ത ആൾക്കാരെ വിളിച്ചോണ്ടിരാൻ പോയതാണോ? വരുന്നുണ്ട്. ദേ വരുന്നേ. ഇല്ല, വരും. മക്കളെ വേഗം വായോ, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. വേഗം വാ, ഞങ്ങളെ പറ്റിക്കല്ലേ. അല്ല മീനുഷേ, നീ ആ കല്ലെടുത്തിട്ടതാണ് അവര് പോയത്. ഇപ്പോൾ എന്തൊരു ഉഷ്ണടിയേ. മീനേ വന്നു അതേ വിളിക്കാൻ പോയതാണ്. അവൻ്റെ കൂട്ടുകാരിനെ വിളിക്കാൻ പോയതാ. വാടി ഇതവിടെ മുകളിലെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടടി എന്നിട്ട് അവര് പോയി. മുകളിലേക്ക് വായോ, ഇവരെന്തീ താഴ്ത്ത് കിടന്ന്? മുകളില് വന്നാലല്ലേ നമുക്കൊന്ന് കാണാൻ പറ്റുള്ളൂ. രണ്ടെണ്ണുള്ളൂ. നമ്മൾ കുടിക്കണ കിണറല്ലേ. അല്ലെങ്കിൽ അടിയെത്തുമ്പോഴേ വെള്ളം വറ്റാറൊക്കെ ആകുമ്പോഴേ ഇവര് കലക്കും. അല്ലെങ്കിൽ
കല്ലുടി. മീനു ഇരുമ്പാമ്പളി പൊട്ടിക്കുന്നു ഗൈസ്. ഇതെന്തിനാ മീനുസേ പൊട്ടിക്കണേ? എന്തിനാടി? ഒരു മനസുഖം. വല്ലാത്ത സുഖമായി പോയി. മനസുഖം മതി. മനസുഖം ഇങ്ങോട്ട് വാ. മഴ വരുന്നുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ പപ്പക്കായ മുഴുവൻ എന്തേ കണ്ടോ. ഞങ്ങൾ കിളികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ പപ്പക്കായ ആയാലും ഫ്രൂട്ട്സൊക്കെ ആയാലും നട്ടു വളർത്തുന്നത് അല്ലേ മീനുസ? ആ സപ്പോട്ട 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 അണ്ണാന്, മാങ്ങ മലയണ്ണാന്. ഇതേ കണ്ട മീനുസേ മറ്റേ ആ പൂവ് പറഞ്ഞില്ലേ നീ ഇന്നാള് ഹരിപ്പാപ്പൻ്റെ അവിടെ നമ്മുടെ അവിടുത്തെ കണ്ട പാലപ്പൂവ്. ആ അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞില്ലേ. മാങ്ങ മലയണ്ണാന്, ചക്ക പന്നിക്ക് അല്ല മീനുസേ, പപ്പക്കായ അണ്ണാന്. ആ പന്നികളല്ലേ തിന്നാറുള്ളത്. പാലപ്പൂവ് കാണാം നമുക്ക്. പേരക്കായ പന്നിക്കല്ലേ, പേരക്കായ അണ്ണാന്. അത് മിണ്ടടി. പേരക്കായ എന്തോരാന്നറിയോ? ഇങ്ങോട്ട് വാ, പാലപ്പൂവ് കാണണ്ടേ? പാലപ്പൂവ് കൂടെ കൊഴിഞ്ഞെടുക്കും. പാലപ്പൂവേ നിൻ തിരുമംഗൽ താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ. ആ അതല്ലേ മാങ്കോസ്റ്റി. അത് പഴുത്തിട്ടുണ്ടാവില്ല. കിടക്കണ്ടി പാലപ്പൂവ് എടുത്തോ കാണിച്ചേ. അതിലേക്ക് ചാലിലേക്ക് വീഴരുത് കേട്ടോ. വാ പോവാം. നല്ല മണല്ലേ. വാ പോവാം പോവാം. നോക്കട്ടെ പ്രശ്നം തന്നെ. സൂപ്പർ. വാ വാ നടത്തു. അയ്യോ മഴ വരുന്നല്ല. തുണിയോളം മുഴുവൻ മുറ്റത്തുണ്ട്. വരുന്നേ ഗജവീരൻ. ഗജവീരൻ മാറുകളാടോ. പാട്ട് ക്ലാസ്സിൽ പോണ്ടേ മീനുഷ? വേഗം വരുമോ? നീ അടി മേടിക്കും. മാറി നിൽക്ക് ടോമി. അവളുടെ നീനെ പിടിച്ചോട്ടാ പേടിയുണ്ടെങ്കിൽ. വെള്ളല്ല ടോമിയാണ് അവൻ മേത്തേക്ക്. അവന് വിശക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. തന്നെ പുളിയ പിന്നെ പുളിയല്ലോ വന്നിട്ടാണ് അവൻ. ചിക്കൻ്റെ മണം കേട്ടിട്ടാണ് അവൻ. എൻ്റെ വേഗത്ത് മുഴുവൻ ചെളി വെക്കി കൊശപ്പൻ. പുറത്ത് അവിടെ നിൽക്ക്. ഇപ്പം ചോറ് കൊണ്ടുവരും കേട്ടാ.